വയനാട് തിരുവണയിൽ ഇറങ്ങിയ കരടിയെ ഉടൻ മയക്കുപിടി വയ്ക്കും. തോട്ടത്തിൽ നിന്ന് വയലിലേക്ക് ഇറങ്ങിയാലുടൻ മയക്കുപിടി വയ്ക്കാനാണ് നീക്കം. അതേസമയം വനപാലകർ കരടിയുടെ നീക്കം നിരീക്ഷിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ മയക്കുപിടി വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. വിശദാംശങ്ങൾ. ആതിര, ഇന്ന് ഉച്ചയോടെയായിരുന്നു വയനാട് മാനന്തവാടിക്ക് സമീപം തരുവണയിൽ കരടി ഇറങ്ങിയത്. 2 ദിവസം മുൻപും വള്ളിയൂർക്കാവ്, തോണിക്കൽ പ്രദേശങ്ങളിലെല്ലാം ഈ കരടിയെ കണ്ടിരുന്നു. ഇത് പ്രധാനമായും ജനവാസ മേഖലയാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അതിനാൽ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അതിനാൽ ഈ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനപാലകരുടെ ശ്രമം. മുതിർന്ന വനപാലകരെല്ലാം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ തീരുമാനം അനുസരിച്ച് ഈ കരടിയെ ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതാണ് ഇവരുടെ തീരുമാനം. കരടി നിലവിലുള്ള പ്രദേശം വനപാലകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്പം മുൻപ് ഈ മേഖലയിലെല്ലാം ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് കരടിയെ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ മേഖലയിലേക്ക് കൂടുതൽ വനപാലകർ എത്തി ഈ കരടിയെ തിരിച്ചറിഞ്ഞു അതിനുള്ള മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ കരടിയെ പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ. അതോടൊപ്പം ഈ മേഖലയിൽ വയലിലൂടെയെല്ലാം ഈ കരടി ഓടിയപ്പോൾ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്ത സ്ത്രീകൾ ഉൾപ്പെടെ ഈ ഭയന്നോടി ഇവർക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ 40-45 മണിക്കൂറുകളായി 2-3 ദിവസമായി ഈ മേഖലയിൽ നിലവിൽ കരടിയുണ്ട്. എന്നാൽ കരടിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇത്രയും ദിവസമായിട്ടും വനംവകുപ്പിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു കരടിയെ നേരിട്ട് കാണുന്നതും. അതോടൊപ്പം ഈ മേഖലയ്ക്ക് സമീപം ഇന്ന് ഈ കരടിയെ കാണുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണോ അതോ ഈ പ്രദേശവാസികളാണോ? ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതലും പ്രദേശവാസികളാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള അധികൃതർക്ക് ഉണ്ടാകുന്നത്. കാരണം കരടിയുടെ മുന്നിലേക്കെല്ലാം ജനങ്ങൾ മൊബൈൽ ഫോൺ ക്യാമറകളുമായി ചാടി വീഴുകയാണ്. ഇത് വലിയ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ അധികൃതർക്ക് സൃഷ്ടിക്കുന്നത്. തുടർന്ന് ഈ പോലീസെല്ലാം ഇവിടെ എത്തി ഇത്തരത്തിലുള്ള ജനങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കരടി ഒരു ഉൾപ്രദേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പ്രദേശത്തെത്തി മയക്കുവെടി വെച്ച് പിടികൂടാനാണ് എന്തായാലും അധികൃതരുടെ തീരുമാനം. ഈ ജനവാസ മേഖലയായ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് വനവകുപ്പ് അധികൃതർ നിലവിലുള്ളത്. ശ്രീജിത്ത്, ഈ കരടിയുടെ സാന്നിധ്യം മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അതോ ഒരു ആക്രമണ രീതിയിലേക്ക് എന്തെങ്കിലും കടന്നിട്ടുണ്ടോ? ആതിര, ഈ കരടി 3-4 ദിവസം കൊണ്ട് തന്നെ ഈ മേഖലയിൽ ചുറ്റിക്കറങ്ങുന്നു. പല CCTVയിലും ഉൾപ്പെടെ ഈ കരടിയെ കാണുന്നു. തുടർന്ന് ഈ കരടി ഒരു 40-30 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് വിവിധ മേഖലകൾ, എടവക പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് മുന്നിൽ വീഴുകയാണ്. മറിച്ച് ആരെയും ആക്രമിച്ചിട്ടില്ല. ഉച്ചയോടെ ഒരു തൊഴിലുറപ്പ് സ്ത്രീകൾ ഉൾപ്പെടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈ കരടി ഓടുന്നത് കണ്ട് ജനങ്ങൾ ഭയപ്പെട്ട് ചിലവർക്ക് അങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കരടി എന്തായാലും ആരെയും ആക്രമിച്ചിട്ടില്ല. അതോടൊപ്പം ഈ അധികൃതരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രധാന വിഷയം ഈ മേഖലയ്ക്ക് സമീപം കാടുകളില്ല. അല്ലാത്ത പക്ഷം ഈ കരടിയെ കാട്ടിലേക്ക് തുരത്താമായിരുന്നു. നിലവിൽ ഈ പ്രദേശത്ത് കാടില്ലാത്തതിനാൽ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനാണ് അധികൃതരുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ DFO അടക്കമുള്ള ഉന്നത വനപാലകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കരടിയുള്ള പ്രദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ജനങ്ങളുടെ ഒഴുക്ക് ഈ പ്രദേശത്തേക്ക് അധികമാകുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ്. അധികൃതർക്ക്, വനപാലകർക്ക് ഇത്തരത്തിൽ ഈ ദൗത്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നു. അത് ഉച്ചയോടെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കരടിയുടെ സമീപമെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ പോയി ചിത്രങ്ങൾ എടുക്കുവാനെല്ലാം ശ്രമിക്കുന്നു. ഇത് വലിയ ബുദ്ധിമുട്ടാണ് അധികൃതർക്ക് ഉണ്ടാക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് ഈ മേഖലയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. ആതിര.